ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം ഭാഗം 65. അമ്മേ നാരായണ. ദേവിയുടെ 872 നാമം ത്രയീ. ത്രയീ വിദ്യയായി പറയുന്നത് 3 പ്രധാന വേദങ്ങളായ ഋഗ്, യജുർ, സാമവേദങ്ങളെയാണ്. ഇവയുടെ സാരാംശമായിട്ടിരിക്കുന്ന ദേവി ലളിതാംബിക. ദേവി വേദജനനിയാണ് എന്ന് നാം പറഞ്ഞു. ആ ദേവി വേദങ്ങളുടെ സാരാംശമായും വേദസാരമായും വർത്തിക്കുന്നു. 873 നാമം ത്രിവർഗനിലയ. ധർമ്മം, അർത്ഥം, കാമം എന്നീ 3 പുരുഷാർത്ഥങ്ങളെയാണ് ത്രിവർഗങ്ങളായി പറയുന്നത്. ഈ ത്രിവർഗങ്ങളിലും ദേവിയെ നമുക്ക് കാണാം. അങ്ങനെ ദേവിയെ ത്രിവർഗനിലയ എന്ന് വിളിക്കുന്നു. ഇതല്ലെങ്കിൽ ഭാവി, ഭൂതവർത്തമാനങ്ങൾ ഈ 3 കാലങ്ങളും അറിയുന്ന, ഈ 3 കാലങ്ങളിലും ജീവിക്കുന്ന ദേവി ലളിതാംബിക. 874 ത്രിസ്ത. ഏതൊക്കെ എലമെൻസിനെയാണ് നമ്മൾ 3 എപ്പോഴും പറയുന്നത്? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. ത്രിഗുണങ്ങളായ സത്വ, രജോ, തമോ ഗുണങ്ങൾ. ത്രിലോകങ്ങൾ. ഇതെല്ലാം തന്നെ 3 എന്നൊരു സംഖ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവയോടെല്ലാം ചേർന്ന് നിൽക്കുന്ന ദേവി ലളിതാംബിക. നമുക്ക് ഇച്ഛാശക്തിയിലൂടെയും ജ്ഞാനശക്തിയിലൂടെയും ക്രിയാശക്തിയിലൂടെയും ദേവിയിലേക്ക് എത്താം എന്ന് പറഞ്ഞിരുന്നു. ഈ 3 ശക്തികൾക്കും സ്രോതസ്സായവളാണ് ദേവി എന്ന് പറഞ്ഞു. ദേവി സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളുടെയും കേന്ദ്രമാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർക്കും ശക്തി പകരുന്നവളാണ്. ഒരേ സമയം ത്രിഗുണാദികൾ ചേർന്നവളും ത്രിഗുണാദികൾ ഇല്ലാത്തവളുമാണ്. ത്രിലോകങ്ങൾക്കും ആധാര കേന്ദ്രമായത് ദേവിയാണ് എന്ന് പറഞ്ഞു. ഇപ്രകാരമുള്ള ദേവിയെ ത്രിസ്ത എന്ന് വിളിക്കുന്നു. 875 നാമം ത്രിപുരമാലിനി. ത്രിപുരമാലിനി എന്നത് ആദിപരാശക്തിയുടെ ഒരു അവതാരമാണ്, ഒരു ഭാവമാണ്. ആ ത്രിപുരമാലിനിയായവൾ ദേവി ലളിതാംബിക തന്നെ. സർവരക്ഷാകരെയാണ് ത്രിപുരമാലിനി എന്ന് പറയുന്നത്. ത്രിപുരമാലിനി ശ്രീചക്രത്തിലാണ് വസിക്കുന്നത് എന്നും പറയുന്നു. പഞ്ചാബിലെ ജലന്ധറിലാണ് ത്രിപുരമാലിനി ശക്തിപീഠം സ്ഥിതി ചെയ്യുന്നത്. 876 നാമം നിരാമയ. ആമയങ്ങളെല്ലാം, ദുഃഖങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളും ഒക്കെ നീക്കുന്നവൾ. ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും ദേവിയെ തൊട്ടു തീണ്ടുന്നില്ല. ഇപ്രകാരം നിരാമയയായ ദേവിയെ ഭജിക്കുന്ന ഭക്തനും പീഡകളൊന്നും ഇല്ലാത്തവനായി, പീഡകളിൽ നിന്ന് മുക്തനായി മാറുന്നു. ദേവിക്ക് എപ്രകാരമാണ് ഇങ്ങനെ ദുഃഖങ്ങളില്ലാതെ ഇരിക്കാനാവുന്നത്? ദേവിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. ഇവിടെ പുതിയതായി എന്തെങ്കിലും നേടേണ്ട കാര്യമില്ല ദേവിക്ക്. അങ്ങനെ ഇന്ദ്രിയാദികളിൽ നിന്നെല്ലാം മുക്തയായതിനാലാണ് ദേവിക്ക് ദുഃഖങ്ങളില്ലാത്തത്. ദേവീ ഭജനത്തിലൂടെ ഇപ്രകാരം നിരാമയമായ ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ ഭക്തന് സാധിക്കുന്നു. 877 നാമം നിരാലംബ. സാധാരണയായി നിരാലംബ എന്ന പദം ദുർബല, ആരും ആലംബമില്ലാത്തവൾ എന്നൊരർത്ഥത്തിൽ ഒരു നെഗറ്റീവ് കൊണോട്ടേഷനോടുകൂടെ പറയുന്ന ഒരു വാക്കാണ്. ഇവിടെ ദേവി നിരാലംബയാണ്. ദേവിക്ക് ആലംബം ഏതുമില്ല എന്ന് പറയുന്നതിലൂടെ ദേവി മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രപഞ്ചത്തിലെ സകലതും ശക്തിക്കായി ദേവിയെ ആശ്രയിക്കുന്നു എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ദേവി സ്വയംഭൂവായ ചൈതന്യ സ്വരൂപിണിയാണ്. ആ ദേവിയാണ് സൂര്യന് പോലും അങ്ങനെ തിളങ്ങി നിൽക്കാനുള്ള കരുത്ത് നൽകുന്നത് ദേവിയാകുന്നു. അതിനാൽ ദേവി ആരെയും ആശ്രയിക്കുന്നില്ല. ദേവിയെയാണ് ശക്തിക്കായി എല്ലാവരും ആശ്രയിക്കുന്നത്. 878 നാമം സ്വാത്മാരാമ. സ്വാത്മാരാമ എന്നാൽ ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവൾ എന്ന അർത്ഥം. നമ്മൾ ഇന്ദ്രിയാദികളാൽ ആനന്ദത്തെ ബാഹ്യമായിട്ട് തേടുമ്പോൾ നല്ല കാഴ്ചകൾക്കായി നമ്മുടെ കണ്ണ് തുറന്നു വയ്ക്കുന്നു, നല്ല വാക്കുകൾക്കായിട്ട് നമ്മുടെ ചെവി തുറന്നു വയ്ക്കുന്നു, നല്ല അനുഭവങ്ങൾക്കായിട്ട് നമ്മളിങ്ങനെ പുറത്ത് തേടിക്കൊണ്ടിരിക്കുമ്പോൾ
നമ്മൾ മറ്റൊന്നിനെ ആശ്രയിച്ചാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം ഈ സന്തോഷം എന്ന് പറയുന്നത് ഉണ്ടാവാൻ പോകുന്നില്ല. ഇവിടെ ദേവി ആവട്ടെ ആത്മാനന്ദത്തിൽ, ആത്മജ്ഞാനമുള്ള ദേവി ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുകയാണ്. ദേവി ഭജനത്തിലൂടെ ഈ ആത്മാനന്ദമാണ് ദേവി നമുക്ക് നൽകുന്നത്. 879 നാമം സുധാശ്രുതി. സുധ എന്നാൽ അമൃത് എന്ന അർത്ഥം. അമൃതിനെ ധാര പോലെ വർഷിക്കുന്നവൾ. ദേവി ഭജനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ആ ആത്മാനന്ദത്തെ സുധാശ്രുതി, അമൃതവർഷമായിട്ട് വ്യാഖ്യാനിക്കാം. ഇതല്ലെങ്കിൽ കുണ്ടലിനി ശക്തി സഹസ്രാര ചക്രത്തിലെത്തുമ്പോൾ അവിടെ ഒരു അമൃതധാരയുണ്ടാകുന്നതായി പറഞ്ഞു. അതുകൊണ്ടാണ് ദേവിയെ സുധാസാരാഭിവർഷിണി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ തന്നെ വർണ്ണിക്കുന്നത്. ഈ പ്രകാരം അമൃതധാരയ്ക്ക് കാരണമാകുന്ന ദേവി ലളിതാംബിക. 880 നാമം സംസാരപങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത. വീണ്ടും അതിമനോഹരമായ ഒരു ഉപമയാണ്. ലളിതാ സഹസ്രനാമത്തിൽ ധാരാളം സുന്ദരമായ ഉപമകൾ നാം കണ്ടു. ഇത് മറ്റൊരു ഉപമയാണ്. സംസാരമാകുന്ന, ഈ ലോകമാകുന്ന പങ്കം. പങ്കം എന്നാൽ ചെളിക്കുണ്ട്. ബോഗ് എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. ബോഗ് എന്നാൽ ചതുപ്പ് നിലമെന്ന് പറയും. ഈ ചതുപ്പ് നിലത്തിൻ്റെ പ്രത്യേകത, നമ്മൾ അതിലൊന്ന് കാലൊന്നും അറിയാതെ ചവിട്ടിപ്പോയി കഴിഞ്ഞാൽ അത് നമ്മളെ അകത്തേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതിന്. അപ്പോൾ സംസാരത്തെ, ഈ ലോകത്തെ അപ്രകാരം ഒരു ചതുപ്പിനോട് ഉപമിക്കുകയാണ്. ഈ സംസാരത്തിൽ ഉള്ള സകല മനുഷ്യരെയും അതിങ്ങനെ ഗ്രസിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സംസാര ദുഃഖങ്ങളിലേക്ക്, അതിൽ നിർമ്മഗ്നരായിരിക്കുന്നവർ, അതിൽ മൂടിക്കിടക്കുന്ന ജനങ്ങളെ സമുദ്ധരിക്കാൻ, അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ആർക്ക് സാധിക്കുന്നു? പണ്ഡിതയായ ദേവിക്ക് സാധിക്കുന്നു. ദേവി ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നു. ആത്മാനന്ദമാകുന്ന അമൃതധാരയായി നമ്മുടെ മേൽ വർഷിക്കുന്ന ആ ദേവിക്ക് സംസാര ദുഃഖങ്ങളിൽ മുഴുകിക്കിടക്കുന്ന നമ്മളെ അതിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ട് എന്ന് വർണ്ണന. 872 മുതൽ 880 വരെയുള്ള നാമങ്ങളാണെന്ന് നമ്മൾ പഠിച്ചത്. നമുക്ക് നോക്കാം. ത്രയീ ത്രിവർഗനിലയ, ത്രിസ്ത ത്രിപുരമാലിനി, നിരാമയ നിരാലംബ, സ്വാത്മാരാമ സുധാശ്രുതി, സംസാരപങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത.